എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് ദൈവം അവരുടെ അടുക്കൽ വരണം എന്നുള്ളത്. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളുടെ അടുക്കൽ വരണമെന്ന്? അങ്ങനെ ഒരു വചനമാണ് ഇന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവം പറയാണ്, നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് പ്ലാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. ദൈവം നമ്മുടെ അടുക്കൽ വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അത് യാക്കോബിന്റെ ലേഖനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ തീരുമാനിച്ചാൽ ദൈവവും തീരുമാനിക്കും ആ മനുഷ്യനോട് അടുക്കുവാൻ. സകല മനുഷ്യർക്കും ദൈവത്തോട് അടുക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തോട് അടുക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കുമ്പോൾ ആദ്യം അവന്റെ കുറവുകൾ അവന് തിരിച്ചറിയാൻ പറ്റും. രണ്ടവൻ ദൈവത്തോട് അടുക്കുമ്പോൾ അവനെ ദൈവസ്നേഹം കൊണ്ട് ദൈവം പൊതിയാൻ തുടങ്ങും. സ്തോത്രം. അവൻ ദൈവത്തോട് അടുക്കുമ്പോൾ അവന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വഴികളും തന്നെ തുറക്കാൻ തുടങ്ങും. ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ വിജയിക്കാൻ തുടങ്ങിയെന്ന്. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുക്കാൻ കൊതിച്ചിട്ടും അടുക്കുവാൻ കഴിയാതെ മനസ്സിനെ അപഹരിക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ നിന്റെ ചിന്താമണ്ഡലത്തെയും മാനസിക തലത്തെയും ഒരുപോലെ ബന്ധിക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ശത്രു നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ ബന്ധിച്ച സകല ബന്ധനങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് അതീവ ശക്തിയോടെ നമുക്ക് ദൈവത്തോട് അടുക്കാം. ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായി എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ അടുക്കൽ കർത്താവ് വരാൻ പോവുക. നിന്റെ രക്തബന്ധങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഒരു ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ അടുക്കലേക്ക് വരണമേ, എന്നിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തമുണ്ട്, പക്ഷെ അടുക്കൽ വന്ന് അനുഗ്രഹിക്കാമെന്നാണ് ഇന്നത്തെ സന്ദേശം. ഈ വചനം കേൾക്കുന്നവർ മനസ്സുകൊണ്ട് പറഞ്ഞ്, എൻ്റെ അടുക്കൽ വന്ന് എന്നെ അനുഗ്രഹിക്കണേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയോട് അടുത്ത് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളോട് അടുത്ത് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അടുക്കൽ ചെന്ന് അനുഗ്രഹിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ക്രിസ്തു. ഗോഡ് ബ്ലെസ്.